നമസ്കാരം. പ്രധാന വാർത്തകൾ. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഒഴിവാക്കാൻ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷൻ സൈറ്റിലും ആപ്പിലും ഇ-സൈൻ വെരിഫിക്കേഷൻ നടപ്പിലാക്കി. പേര് ചേർക്കാനും തിരുത്തൽ വരുത്താനും ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ നിർബന്ധമാക്കി. വോട്ട് മോഷണമുയർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി.ജെ.പിക്കുമെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. ഓപ്പറേഷൻ നുങ്കൂറിൽ അന്വേഷണം ഊർജിതം. ഭൂട്ടാനിൽ നിന്നുമുള്ള കാർ കടത്തലിലെ കള്ളപ്പണ ഇടപാട് ഇഡി അന്വേഷിക്കും. GST വെട്ടിപ്പ് കേന്ദ്ര GST വിഭാഗം അന്വേഷിക്കും. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയേക്കും. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതിൽ നയം വ്യക്തമാക്കി NSS. വിശ്വാസ പ്രശ്നത്തിലെ നിലപാട് മാറ്റം സ്വാഗതാർഹമെന്ന് G. സുകുമാരൻ നായർ. കോൺഗ്രസിന് ഉറച്ച നിലപാടില്ലെന്നും BJP വിശ്വാസികൾക്കായി ഒന്നും ചെയ്യുന്നില്ലെന്നും വിമർശനം. NSS നിലപാട് തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ലഡാക്കിൽ വൻ പ്രതിഷേധം. സംഘർഷം, 4 പേർ കൊല്ലപ്പെട്ടു. പോലീസും സമരക്കാരും ഏറ്റുമുട്ടി. പ്രതിഷേധക്കാർ BJP ഓഫീസിന് തീയിട്ടു. പോലീസ് വാഹനങ്ങൾക്ക് നേരെയും അതിക്രമം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പുതിയ സൂപ്രണ്ടായി ഡോക്ടർ CG ജയചന്ദ്രനെ നിയമിച്ചു. നടപടി ഡോക്ടർ സുനിൽകുമാർ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന്. വാർത്തകൾ വിശദമായി നോക്കാം. വ്യാജ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് വോട്ടുകൾ നീക്കം ചെയ്യുന്നതിൽ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷൻ സൈറ്റിലും ആപ്പിലും ഇ-സൈൻ വെരിഫിക്കേഷൻ നടപ്പിലാക്കി. ഓൺലൈനായി വോട്ട് ചേർക്കാനും വോട്ട് ഒഴിവാക്കാനും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നിർബന്ധമാണ്. വ്യാജ ഫോൺ നമ്പർ വഴി വോട്ടുകൾ ചേർക്കുകയും വോട്ടുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നുവെന്ന് വിവരം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടപടി. വോട്ട് മോഷണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. കർണാടകയിൽ 6000 വോട്ടുകൾ ഒഴിവാക്കാനുള്ള ശ്രമം നടന്നുവെന്നും മഹാരാഷ്ട്രയിൽ വോട്ടുകൾ അധികമായി ചേർത്തുവെന്നുമായിരുന്നു ആരോപണം തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും നിശിതമായ വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തു. അതേ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഹുൽ ഉയർത്തിയ വാദങ്ങൾ ശരിയാണെന്ന തരത്തിൽ ഓൺലൈൻ നടപടികളിൽ ക്രമീകരണം വരുത്തിയത്. കമ്മീഷൻ സൈറ്റിലും ആപ്പിലും ഇ-സൈൻ വെരിഫിക്കേഷൻ നടപ്പിലാക്കി. ഇതോടെ ഓൺലൈനായി വോട്ട് ഒഴിവാക്കാനും ചേർക്കാനും ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ വേണം. വോട്ട് ചേർക്കൽ, വോട്ട് വെട്ടൽ, തിരുത്തൽ എന്നിവയ്ക്കുള്ള അപേക്ഷ നൽകുന്നതിനാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയത്. വ്യാജ നമ്പറുകൾ ഉപയോഗിച്ച് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ വോട്ടുകൾ ഒഴിവാക്കാനുള്ള ഇടപെടലുകൾ നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത്. പുതിയ സംവിധാനം ഏർപ്പെടുത്തിയതോടെ അപേക്ഷ പൂരിപ്പിച്ചു നൽകുമ്പോൾ IT മന്ത്രാലയത്തിന്റെ സൈറ്റിലേക്കാണ് ആദ്യം പോകുക. ശേഷം ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ OTP വരികയും അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാം. വ്യാജ മൊബൈൽ നമ്പറുകൾ വഴി വോട്ട് വെട്ടുന്നത് ഇതുവഴി ഒഴിവാക്കാമെന്നാണ് കമ്മീഷന്റെ കണക്കുകൂട്ടൽ. രാഹുൽ ഗാന്ധി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് BJP വിമർശിക്കുമ്പോഴാണ് രാഹുൽ ഉന്നയിച്ച അതേ ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ട് വോട്ടർ പട്ടിക കുറേക്കൂടി സുരക്ഷിതമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ തുടങ്ങിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വോട്ട് മോഷണമുയർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കുമെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് തീരുമാനം. വോട്ടുകൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്ന് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബല്ല പ്ലൂട്ടോണിയം ബോംബ് പൊട്ടിക്കുമെന്ന് ജയറാം രമേശ് പറഞ്ഞു. ബീഹാറിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ സഖ്യ സർക്കാർ ഉണ്ടാകുമെന്നും ജയറാം രമേശ് വ്യക്തമാക്കി. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം പറ്റ്നയിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം സംഘടനാ വിഷയങ്ങളും വോട്ടുമോഷണവുമാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. സംസ്ഥാനങ്ങളിലെ സംഘടനാ സംവിധാനം പുനഃസംഘടിപ്പിക്കുന്നത് വേഗത്തിലാക്കാൻ യോഗം തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ തിടുക്കപ്പെട്ട് തീരുമാനം വേണ്ട എന്നുള്ളത് KPCC അധ്യക്ഷൻ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം 7 സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന പൂർത്തീകരിച്ചുവെന്നും ബാക്കിയിടങ്ങളിൽ വൈകാതെ പൂർത്തിയാകുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ബീഹാറിലെ സീറ്റ് വിഭജന ചർച്ചകൾ പ്രവർത്തന സമിതിയിൽ ഉണ്ടായിട്ടില്ല എന്നും KC വേണുഗോപാൽ പറഞ്ഞു. Total organization district of this covered is 274. Total number of DCC president announced is 144. Entire CWC discussed and CWC totally satisfied about the process going on. They are very much proud of this process. അതേസമയം വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞുവെന്ന് ജയറാം രമേശ് വ്യക്തമാക്കി. വോട്ടുമോഷണത്തിന് കൂടുതൽ ബോംബുകൾ വൈകാതെ പുറത്തുവരും. ഹൈഡ്രജൻ ബോംബ് കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പ്ലൂട്ടോണിയം ബോംബ് പൊട്ടിക്കുമെന്നും ജയറാം രമേശ് കൂട്ടിച്ചേർത്തു.
राहुल जी ने निकाला है। मिनी हाइड्रोजन बम, യുറേനിയം ബോംബ്, പ്ലൂട്ടോണിയം ബോംബ്, अलग-अलग ബോംബ്. സീറ്റ് വിഭജന കാര്യത്തിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും പരിഹാരം ഉടൻ ഉണ്ടാകുമെന്നും ബീഹാറിൽ സഖ്യ സർക്കാർ രൂപീകരിക്കുമെന്നും നേതാക്കൾ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അതേസമയം പ്രവർത്തക സമിതി യോഗം ബീഹാറിൽ കൂടിയതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല എന്ന വിമർശനമാണ് BJP ഉയർത്തിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി പ്രതിപക്ഷ സഖ്യം. പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ന്യായ് സങ്കല്പ പത്രിക അവതരിപ്പിച്ചു. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഉൾപ്പെടെയുള്ള നേതാക്കൾ സംയുക്തമായാണ് ന്യായ് വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചത്. 10 വാഗ്ദാനങ്ങളാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ ബീഹാറിലെ ജനങ്ങൾക്ക് മുൻപിൽ വെച്ചിട്ടുള്ളത്. 25 കോടി വരെയുള്ള സർക്കാർ കരാറുകളിൽ 50% സംവരണം, അതിക്രമങ്ങൾ തടയാൻ നിയമം, പിന്നാക്ക വിഭാഗങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ 30% സംവരണം ഉറപ്പാക്കും, സംവരണ അതോറിറ്റി സ്ഥാപിക്കുമെന്നും ഭൂരഹിതർക്ക് ഭൂമി ഉറപ്പാക്കുമെന്നും പ്രതിപക്ഷ സഖ്യം അറിയിച്ചു. സീറ്റ് വിഭജന കാര്യത്തിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് നേതാക്കൾ ഒന്നിച്ച് പങ്കെടുത്തുകൊണ്ട് ന്യായ് സങ്കല്പ പത്രിക പുറത്തിറക്കിയത്. ഭൂട്ടാൻ വഴിയുള്ള കാർ കടത്ത് കൂടുതൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കും. നിലവിലെ അന്വേഷണ വിവരങ്ങൾ കസ്റ്റംസ് മറ്റ് ഏജൻസികൾക്ക് കൈമാറും. EDയും GST വകുപ്പും അന്വേഷണം നടത്തും. എംബസികളുടെ പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയത് വിദേശകാര്യ മന്ത്രാലയത്തെയും അറിയിക്കും. കാർ കടത്തിന് പിന്നിൽ വൻ സംഘം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം വിപുലീകരിക്കുന്നത്. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ GST വകുപ്പ് അന്വേഷിക്കും. കാർ കടത്തലിന് കള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതാകും EDയുടെ അന്വേഷണ പരിധിയിൽ വരിക. കേസിലെ പ്രാഥമിക അന്വേഷണ വിവരങ്ങൾ കസ്റ്റംസ് ഉടൻ മറ്റ് ഏജൻസികൾക്ക് കൈമാറും. അതിനുശേഷമാകും അന്വേഷണം. അതേസമയം തന്റെ പക്കലിൽ നിന്നും കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനം കടത്തിക്കൊണ്ടുവന്നതല്ലെന്ന് നടൻ അമിത് ചക്കാലക്കൽ പറഞ്ഞു. തന്റെ കൈവശമുള്ള ലാൻഡ് ക്രൂസർ വാഹനം 1999 ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തതാണ്. 5 വർഷമായി ഇത് ഉപയോഗിച്ചു വരുന്നു. കൈവശമുള്ള രേഖകളെല്ലാം കസ്റ്റംസിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നും അമിത് വ്യക്തമാക്കി. കോയമ്പത്തൂരിലെ വാഹനക്കടത്ത് സംഘത്തെക്കുറിച്ച് കസ്റ്റംസ് ചോദിച്ചതായും അമിത് ചക്കാലക്കൽ പറഞ്ഞു. ഇവരിൽ നിന്നും പഴയ വാഹനങ്ങളുടെ പാർട്സ് വാങ്ങിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ കസ്റ്റംസിനെ ബോധ്യപ്പെടുത്തിയതായും അമിത് അറിയിച്ചു. പിടിച്ചെടുത്ത മറ്റു വാഹനങ്ങൾ തന്റെ പരിചയത്തിൽ ഗ്യാരേജിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് കൊണ്ടുവന്നവയാണെന്നും അമിത് വ്യക്തമാക്കി. ഈ വാഹനങ്ങളുടെ ഉടമസ്ഥരെയും കസ്റ്റംസ് ഉടൻ ചോദ്യം ചെയ്യും. നിലവിൽ 36 വാഹനങ്ങളാണ് കസ്റ്റംസ് കേരളത്തിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്. 150ഓളം വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് വിവരം. മറ്റു വാഹനങ്ങൾ കണ്ടെത്തുന്നതിനായി പരിശോധന തുടരും. അമൃത ന്യൂസ്, കൊച്ചി. ഭൂട്ടാൻ വഴിയുള്ള കാർ കടത്ത് അന്വേഷണം പരിഗണനയിലെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രാഥമിക വിവരങ്ങൾ തേടുന്നുണ്ടെന്ന് ED ഹൈക്കോടതിയെ അറിയിച്ചു. കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തോടാണ് വിവരങ്ങൾ തേടിയത്. കൊച്ചിയിലെ ED ഉദ്യോഗസ്ഥരാണ് വിവരങ്ങൾ തേടിയത്. ഭൂട്ടാൻ വഴി കോടികൾ നികുതി വെട്ടിച്ചുള്ള വാഹനക്കടത്ത് കണ്ടെത്താനുള്ള ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി ഇടുക്കി അടിമാലിയിലും പരിശോധന. തിരുവനന്തപുരം സ്വദേശിനിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ കാർ കസ്റ്റംസ് അടിമാലിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം തിരൂരിൽ നിന്നുമാണ് ഇവർ വാഹനം വാങ്ങിയത്. ചിപ്പു LC ഗേൾ എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം സ്വദേശിനി ശില്പ സുരേന്ദ്രന്റെ ലാൻഡ് ക്രൂയിസറാണ് ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായി കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തത്. മെക്കാനിക് പണികൾക്കായാണ് കാർ അടിമാലിയിൽ എത്തിച്ചിരുന്നത്. ഇതിനിടെയാണ് ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായി കസ്റ്റംസിന്റെ പരിശോധന ഉണ്ടായതും വാഹനം കസ്റ്റഡിയിലെടുത്തതും. 2023 സെപ്റ്റംബറിൽ മലപ്പുറം തിരൂർ സ്വദേശികളായ ഡീലർമാരിൽ നിന്നാണ് ശില്പ വാഹനം വാങ്ങിയത്. മുൻപ് കർണാടക രജിസ്ട്രേഷൻ വാഹനമായിരുന്നു ഇത്. തിരൂർ സ്വദേശികളായ ഡീലർ കർണാടക വാഹന വകുപ്പിൽ നിന്നുള്ള NOCയും RC ബുക്കും കാണിച്ചിരുന്നുവെന്നും ശില്പ പറഞ്ഞു. ഞാനാണിപ്പോ ഇതിന്റെ കറണ്ട് ഓണർ. മുന്നേ ഞങ്ങൾ ഈ ഒരു വണ്ടി എടുത്തിരുന്നത് മലപ്പുറം തിരൂരിൽ നിന്നാണ്. KL 55 എന്ന് പറഞ്ഞ രജിസ്ട്രേഷനിൽ നിന്നാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്. അപ്പം ഇപ്പൊ ഈ ഒരു ഇഷ്യൂ നടക്കുമ്പോഴത്തേക്ക് എല്ലാം അതർ സ്റ്റേറ്റ് വണ്ടികളാണ് കൂടുതലും വരുന്നത്. ശരിക്കും കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത്, അതായത് കർണാടകയിൽ നിന്ന് NOC കിട്ടി കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു വണ്ടിയാണ്. ആ വണ്ടിക്ക് ഇങ്ങനെ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് അത് നമ്മൾക്ക് ഇതിപ്പോ നമ്മൾ 5th ഓണറാണ്. ഈ 5 ഓണേഴ്സ് വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂലല്ലോ എന്താണ് ഇഷ്യൂ എന്ന്. കർണാടക സ്വദേശികൾ വാഹനം വാങ്ങിയത് കോയമ്പത്തൂരിൽ നിന്നാണ്. ശില്പ വാഹനത്തിന്റെ 5ാമത്തെ ഓണറാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് മെക്കാനിക്കൽ പണികൾക്കായി ഇവർ കാർ അടിമാലിയിലുള്ള വർക്ക്ഷോപ്പിൽ എത്തിച്ചത്. റാലി ഡ്രൈവറായ ശില്പ അധ്യാപന ജോലിയിൽ നിന്നും മിച്ചം കിട്ടിയ തുക കൂട്ടിവെച്ചാണ് തിരൂർ സ്വദേശികളിൽ നിന്നും ലാൻഡ് ക്രൂയിസർ 69 മോഡൽ കാർ 15 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത്. രാജ്യത്താകമാനം 1000-ലേറെ വാഹനങ്ങൾ കള്ളക്കടത്തിലൂടെ എത്തിച്ചു എന്നാണ് വിവരം. അതിൽ 200ഓളം വാഹനങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്.
36 കാറുകൾ മാത്രമാണ് ഇതുവരെ കണ്ടെത്താനായത്. അമൃത ന്യൂസ്, ഇടുക്കി. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനൊപ്പം NSS വിശ്വാസ പ്രശ്നത്തിലെ സർക്കാരിന്റെ നിലപാട് മാറ്റം സ്വാഗതാർഹമെന്ന് G. സുകുമാരൻ നായർ പറഞ്ഞു. വിശ്വാസ പ്രശ്നത്തിൽ കോൺഗ്രസിന് ഉറച്ച നിലപാടില്ല, ഭൂരിപക്ഷ സമുദായത്തെ പരിഗണിക്കുന്നില്ല. BJP വിശ്വാസികൾക്കായി ഒന്നും ചെയ്തില്ലെന്നും നിയമം കൊണ്ടുവരുമെന്ന് ഉറപ്പ് പാലിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിണറായി സർക്കാരിൽ NSSന് വിശ്വാസമാണെന്ന NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ നിലപാട് സ്വാഗതാർഹമെന്ന മന്ത്രി VN വാസവൻ. ആഗോള അയ്യപ്പ സംഗമത്തിന് സുകുമാരൻ നായർ നേരത്തെ തന്നെ പിന്തുണ അറിയിച്ചിരുന്നു. അയ്യപ്പ സംഗമത്തിലേക്ക് അദ്ദേഹം പ്രതിനിധിയെയും അയച്ചതാണ്. NSS കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തുകയും പിന്തുണയ്ക്കുകയും ചെയ്തു. UDFനും BJPക്കുമെതിരെ സുകുമാരൻ നായർ ഉയർത്തിയത് സൃഷ്ടിപരമായ വിമർശനമെന്നും VN വാസവൻ പറഞ്ഞു. വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പൂർണ്ണമായി ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ പ്രതിനിധി അയച്ചിരുന്നു. ഏറെ സന്തോഷകരമായ സമീപനമാണ് അക്കാര്യത്തിൽ സ്വീകരിച്ചത്. അതിൽ പ്രാധാന്യത്തോടുകൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു കാര്യം, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ശബരിമലയുടെ വികസനവും അതോടൊപ്പം തന്നെ അവിടുത്തെ എല്ലാ ഭാവി പ്രവർത്തനങ്ങൾക്കും സഹായകരമായ ചർച്ചകളും തീരുമാനങ്ങളും എല്ലാം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനതിലെല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു NSSൻ്റെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതനുസരിച്ച് അദ്ദേഹം പ്രതിനിധി അയച്ചു, കൃത്യമായി അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ഇപ്പോൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിനകത്ത് വന്ന വിഷയങ്ങളാണ് വാർത്തയായി കണ്ടത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ സുകുമാരൻ നായരുടെ നിലപാട് ശരിയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. NSS നിലപാട് സ്വാഗതം ചെയ്യുന്നു. പല വിഷയങ്ങളിൽ NSSന് നിലപാടുണ്ട്. NSS സർക്കാരിനെ എല്ലാ കാര്യത്തിലും എതിർത്തിട്ടില്ല. ആചാര കാര്യങ്ങളിൽ NSS എതിർത്തത് പ്രശ്നാധിഷ്ഠിത എതിർപ്പുകളെ NSSന് സർക്കാരിനോടുള്ളൂ. കോൺഗ്രസിന് നിലപാടില്ലെന്ന് NSS പറഞ്ഞത് ശരിയാണ്. NSS നിലപാട് തെരഞ്ഞെടുപ്പുകളിൽ LDFന് ഗുണം ചെയ്യുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എല്ലാ കാര്യത്തിലും എല്ലാത്തിനും ശരിയാരും പറയാറില്ല. ഓരോ ഇഷ്യൂ വരുമ്പോൾ ആ ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ NSS ചിലരോട് യോജിക്കും, ചിലരോട് യോജിപ്പുണ്ടാകും. അത് സ്വാഭാവികമാണ്. ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെ സർക്കാരിനെ എതിർത്തിരുന്നു. സർക്കാരിനെ എപ്പോഴും എതിർക്കുകയല്ലോ, അവർ ഇഷ്യൂസിൻ്റെ ബേസിലാണ് എതിർത്തത്. ശബരിമലയെ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ പ്രതികരണവുമായി മന്ത്രി P. രാജീവ്. കേരളത്തോട് കാണിക്കുന്ന വിവേചനം ചർച്ച ചെയ്യാതിരിക്കാൻ പുതിയ വിവാദം സൃഷ്ടിക്കുകയാണ്. സുരേഷ് ഗോപി എപ്പോഴും ഏറ്റെടുക്കുമെന്ന് പറയുന്നത് പോലെ ഇതിനെയും കണ്ടാൽ മതി. ആഗോള അയ്യപ്പ സംഗമത്തിന് മികച്ച സ്വീകാര്യത ലഭിച്ചുവെന്നും ബാക്കിയുള്ളതെല്ലാം രാഷ്ട്രീയ താൽപര്യങ്ങൾ വെച്ചുള്ള പ്രതികരണമാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇത് നൽകാതിരിക്കുക, തുടർച്ചയായിട്ട് അവഗണിക്കുക, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു പ്രഖ്യാപനം നടത്താതിരിക്കുക, കേരളം ആവശ്യപ്പെട്ടതിന് ശേഷം മിക്കവാറും എല്ലായിടത്തും എയിംസ് അനുവദിക്കുക, ആ വിവേചനം കേരളം ചർച്ച ചെയ്യുമെന്നായി കഴിഞ്ഞപ്പോൾ ആവശ്യമില്ലാത്ത ഒരു വിവാദം സൃഷ്ടിക്കാനുള്ള ശ്രമം മാത്രമായി അവനെ കണ്ടാൽ മതി. അല്ല, എടുക്കുക എന്നൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ചില വാക്കുകളാണല്ലോ, അതുകൊണ്ട് വന്നതായിരിക്കും. യഥാർത്ഥത്തിൽ നാം കാണേണ്ടത് ആഗോള അയ്യപ്പ സംഗമം സൃഷ്ടിച്ചിട്ടുള്ള സ്വീകാര്യത. എല്ലാ വിഭാഗ ആളുകളും അതിൻ്റെ ഭാഗമായി വന്നു. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അതിനുശേഷം രൂപീകരിച്ച സമിതി അതിൻ്റെ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച സംരക്ഷണ സംഗമത്തിൽ ക്ഷണിക്കപ്പെട്ടവരെല്ലാം പങ്കെടുത്തുവെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SAR കുമാർ. ശബരിമലയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടാകുമെന്നും ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരമുള്ള നിവേദനം കേന്ദ്ര സർക്കാരിന് നൽകിയെന്നും SAR കുമാർ പറഞ്ഞു. ദേവന് സമർപ്പിക്കുന്ന വസ്തുക്കൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ശബരിമലയിലുള്ളത്. സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്നും SAR കുമാർ വ്യക്തമാക്കി. നമുക്ക് ഈ കേരളത്തിലെ ദേവസ്വം വിഷയങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കേരള നിയമസഭയിലെ അംഗങ്ങളും പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് മന്ത്രിമാരുമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ തീരുമാനങ്ങൾ എത്രത്തോളം കേന്ദ്രത്തിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ പല വിഷയങ്ങളുണ്ട്. പിന്നെ കോടതിയിലെ കേസുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ ശബരിമല സംരക്ഷണ സംഗമം പൂർത്തിയാവുന്നതോടുകൂടി വളരെയധികം പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. അത് പൂർണ്ണ വിജയത്തിലേക്ക് എത്തി എന്ന് തന്നെ നമ്മൾ വിജയിക്കുന്നത്. പക്ഷേ അത് അവിടെ കൊണ്ട് തീരുന്നില്ല. നമ്മളവിടെ പല പ്രാവശ്യം പറഞ്ഞു, ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും പല കാര്യങ്ങളുണ്ടാവും. മറ്റൊന്നുമല്ല, നമുക്കെപ്പോഴും ശാന്തമായ അന്തരീക്ഷത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ വേറെ യാതൊരു ഉദ്ദേശവും നമുക്കില്ല. അവിടെ ശാന്തമായ അന്തരീക്ഷത്തിൽ എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് തന്നെ, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരും ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മൾ പോകേണ്ടതെന്നുള്ള ആശയം തന്നെയാണ്. ആ രേഖ പരിശോധിച്ചാൽ മനസ്സിലാവും.
ലഡാക്കിന് സംസ്ഥാന പദവിയും ഭരണഘടനാ സംരക്ഷണവും ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങി പ്രതിഷേധക്കാർ. ലേ നഗരത്തിൽ പ്രതിഷേധിച്ചവർ പോലീസുമായി ഏറ്റുമുട്ടി. BJP ഓഫീസ് ആക്രമിച്ച പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. ഒരു പോലീസ് വാഹനം കത്തിച്ചു. അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. ലാത്തിച്ചാർജും നടത്തി. സംഘർഷത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലഡാക്കിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ചകൾ ചെയ്യാൻ ഒക്ടോബർ 6 കേന്ദ്ര സർക്കാർ യോഗം വിളിച്ചിട്ടുണ്ട്. ലഡാക്കിന്റെ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടും ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയതുമായി കാലാവസ്ഥാ പ്രവർത്തക സോനം വാങ്ചുക് കഴിഞ്ഞ 2 ആഴ്ചയായി നടത്തിവന്ന നിരാഹാര സമരം സംഘർഷത്തെ തുടർന്ന് അവസാനിപ്പിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ഇനി പുതിയ സൂപ്രണ്ട്. വിവാദങ്ങൾക്കൊടുവിൽ അനസ്തേഷ്യോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ CG ജയചന്ദ്രനെ പുതിയ സൂപ്രണ്ടായി ചുമതലപ്പെടുത്തി. ഡോക്ടർ BS സുനിൽകുമാർ സൂപ്രണ്ട് സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ആശുപത്രിയുടെ സൂപ്രണ്ടായി തുടരാൻ താൽപര്യമില്ലെന്നറിയിച്ച് ഡോക്ടർ സുനിൽകുമാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കത്ത് നൽകിയിരുന്നു. സൂപ്രണ്ടായതോടെ ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കത്ത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ഡോക്ടർ ഹാരിസിനെതിരെ സൂപ്രണ്ടും പ്രിൻസിപ്പാളും നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിലെ ഫോൺ വിളികളും ഉൾപ്പെടെ വിവാദങ്ങൾ തുടർക്കഥയായതോടെയാണ് ഡോക്ടർ സുനിൽകുമാർ സൂപ്രണ്ട് സ്ഥാനമൊഴിയാൻ സന്നദ്ധത അറിയിച്ചത്. സുനിൽകുമാറിന് പൂർണ്ണമായും താൽപര്യമില്ലാത്തതിനാൽ ഇനിയും നിർബന്ധിക്കേണ്ടതില്ലെന്ന നിലപാടിനൊടുവിലാണ് പുതിയ നിയമനം. അനസ്തേഷ്യോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ CG ജയചന്ദ്രനാണ് പുതിയ സൂപ്രണ്ടായി നിയമിതനായത്. ഗവേഷണ ആവശ്യം മുൻനിർത്തി വിടുതൽ നൽകണമെന്ന ഡോക്ടർ BS സുനിൽകുമാറിന്റെ ആവശ്യം പരിഗണിച്ചാണ് സ്ഥാനമാറ്റമെന്ന് ഉത്തരവിലുണ്ട്. 2024 മെയ് മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായിരുന്നു ഡോക്ടർ BS സുനിൽകുമാർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആത്മഹത്യ ചെയ്ത വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ അർബൻ ബാങ്കിലെ ബാധ്യത കോൺഗ്രസ് അടച്ചു തീർത്തു. 63 ലക്ഷം രൂപയുടെ കടമാണ് വിജയനുണ്ടായിരുന്നത്. ഏറ്റെടുത്ത കടം അടച്ചു തീർക്കുമെന്ന് KPCC പ്രസിഡന്റ് വയനാട്ടിൽ പ്രഖ്യാപിച്ചിരുന്നു. കടം അടച്ചു തീർക്കാത്തതിനെ തുടർന്ന് വിജയന്റെ മരുമകൾ DCC ഓഫീസിന് മുൻപിൽ സത്യാഗ്രഹം ഇരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് വിവാദമായിരുന്നു. നേരത്തെ 20 ലക്ഷം രൂപ പണമായി കുടുംബത്തിന് നേരിട്ട് കോൺഗ്രസ് നൽകിയിരുന്നു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 10 ലക്ഷം രൂപ നൽകി ബാധ്യതയും തീർത്തിരുന്നു. കുടുംബത്തിന്റെ ബാധ്യതകൾ പാർട്ടി ഏറ്റെടുത്ത് തീർത്തില്ലെങ്കിൽ DCC ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹമിരിക്കുമെന്ന് NM വിജയന്റെ കുടുംബം പ്രഖ്യാപിച്ചത് വിവാദമായിരുന്നു. സെപ്റ്റംബർ 30-നുള്ളിൽ അർബൻ ബാങ്കിലെ ബാധ്യത തീർക്കണമെന്നും അല്ലാത്ത പക്ഷം ഒക്ടോബർ 2-ന് DCC ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുമെന്നായിരുന്നു പത്മജയുടെ നിലപാട്. ഇത്തരമൊരു സാഹചര്യമാണ് ബാധ്യത പെട്ടെന്ന് അടച്ചു തീർക്കാൻ കോൺഗ്രസ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് വയനാട് മുൻ DCC ട്രഷറർ NM വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്തത്. ബത്തേരിയിലെ സഹകരണ ബാങ്കുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെ പാർട്ടിക്കായി പണം വാങ്ങിയെന്നും എന്നാൽ നിയമനം നടക്കാതെ വന്നപ്പോൾ ബാധ്യത മുഴുവൻ തന്റെ തലയിലായി എന്നായിരുന്നു NM വിജയൻ ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത്. വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്ത കേസിൽ IC ബാലകൃഷ്ണൻ MLAയും DCC പ്രസിഡന്റ് ND അപ്പച്ചനും മുൻ DCC ട്രഷറർ KK ഗോപിനാഥൻ തുടങ്ങിയവരായിരുന്നു പ്രതികൾ. KPCC പ്രസിഡന്റ് നൽകാൻ വിജയൻ എഴുതിയ കത്തിൽ ഇവരുടെ പേരുകൾ പരാമർശിച്ചിരുന്നു. ഒരാഴ്ച മുമ്പ് വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രശ്നം വേഗത്തിൽ പരിഹരിക്കണമെന്ന് KPCC നേതൃത്വത്തോട് നിർദ്ദേശിച്ചിരുന്നു. NM വിജയന്റെ കുടുംബത്തെ മുൻനിർത്തി CPIM കോൺഗ്രസിനെ വേട്ടയാടുന്ന ഘട്ടത്തിലാണ് മുഴുവൻ ബാധ്യതയും തീർത്ത് KPCC നേതൃത്വം പ്രശ്നത്തിൽ നിന്നും തലയൂരിയത്. അമൃത ന്യൂസ്, വയനാട്. സംസ്ഥാനത്തെ പുനഃസംഘടന സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നിലവിലെ സാഹചര്യം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നേതൃത്വത്തെ അറിയിക്കും. പട്നയിലെ പ്രവർത്തക സമിതി യോഗത്തിനിടയിലാണ് നേതൃത്വത്തെ കാര്യങ്ങൾ അറിയിക്കുക. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയെയുമാണ് സണ്ണി ജോസഫ് കാണുക. പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റ ശേഷം പുനഃസംഘടനാ ചർച്ചകൾ ആരംഭിച്ചുവെങ്കിലും പൂർത്തിയാക്കാനായിട്ടില്ല. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി പുനഃസംഘടന നടത്തുന്നത് തിരിച്ചടിയായിരിക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ. തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ പരമാവധി സീറ്റുകളിൽ മത്സരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ PV അൻവർ. തൃണമൂൽ കോൺഗ്രസ് ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക. പ്രാദേശിക തലത്തിൽ ധാരണയുണ്ടാക്കും. ഇതിന് ജില്ലാ ഘടകങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജനാധിപത്യ മതേതര കക്ഷികളുമായി കൂട്ടുചേരും. അതേസമയം ഫാസിസ്റ്റ് കക്ഷികളുമായി ബന്ധമുണ്ടാക്കില്ല. CPM വർഗീയമായി നേട്ടം കൊയ്യുന്നതിന് സമുദായ സംഘടനകളുടെ മതേതര സ്വഭാവത്തെ ഹൈജാക്ക് ചെയ്യുകയാണെന്നും സമുദായ പ്രവർത്തകർ അവരറിയാതെ പോയി കുടുങ്ങുന്നു. ഇതിൽ ജാഗ്രത വേണമെന്നും അൻവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ കേരളത്തിലെ പരമാവധി പഞ്ചായത്ത് വാർഡുകളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിഹ്നമായ പുല്ലും പൂവും ഉപയോഗിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള
പ്രാദേശികമായിട്ടുള്ള അനുവാദം അതാത് കമ്മിറ്റികൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് മതനിരപേക്ഷമായി നിലനിൽക്കുന്ന ആരുമായും സഹകരിച്ചുകൊണ്ട് പാർട്ടിക്ക് പരമാവധി പ്രതിനിധികളെ ത്രിതല പഞ്ചായത്തിലേക്ക് എത്തിക്കുക എന്ന നയമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികളുമായി സംവദിച്ച് ഗഗൻയാൻ ദൗത്യത്തിലെ ബഹിരാകാശ യാത്രികൻ പ്രശാന്ത് ബാലകൃഷ്ണൻ. ഗഗൻയാൻ ദൗത്യത്തിലൂടെ 2027 ഇന്ത്യ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുമെന്നും പ്രശാന്ത് ബാലകൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ബഹിരാകാശ സഞ്ചാരി പ്രശാന്ത് ബാലകൃഷ്ണന്റെ വരവിനെ ഏറെ ആവേശത്തോടെയാണ് തൈക്കാട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്വീകരിച്ചത്. ഇൻസ്പയറിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് സ്പേസ് എക്സ്പ്ലോറേഴ്സ് എന്ന പേരിൽ വിദ്യാർത്ഥികളുമായി നടന്ന സംവാദത്തിൽ ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഗഗൻയാൻ ദൗത്യത്തെക്കുറിച്ചും ബഹിരാകാശ ഗവേഷണ രംഗത്തെ പുതിയ സാധ്യതകളെക്കുറിച്ചും പ്രശാന്ത് ബാലകൃഷ്ണൻ സംസാരിച്ചു. Is SpaceX. You must have heard of Elon Musk and his SpaceX. So these are the big rockets, as you can see on the background here. These are the rockets of the future which will take humanity to Mars. So as we are sitting here, you must understand what all is happening in the world. As we sit here listening and speaking, there are rockets being built to take, who knows, many of you to Mars, Moon and space stations which India also will be building. So this is the kind of things which are looking forward to in life. വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി. മാതാ പിതാ ഗുരു ദൈവം. മാതാ പിതാ അറിയാൻ മാതാ പറയുമ്പോൾ അമ്മ മാത്രമല്ല, അമ്മ പ്രതീകമായ എൻ്റെ കേരളം ആൻഡ് ഭാരതം രണ്ടും. ഗഗൻയാൻ ദൗത്യത്തിലൂടെ 2027 ഇന്ത്യ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുമെന്നും പരിശീലനം തുടരുകയാണെന്നും പ്രശാന്ത് ബാലകൃഷ്ണൻ പറഞ്ഞു. 2027 അതിൻ്റെ വി ആർ സെൻഡിങ് ദ ഫസ്റ്റ് പേഴ്സൺ ടു സ്പേസ് ഫ്രം അവർ ക്യാപ്സ്യൂൾ. അപ്പോൾ അതിന് കുറേ ടെസ്റ്റുകൾ ഇപ്പോൾ ബാക്കിയുണ്ട്. ഇപ്പോൾ വ്യോമിത്ര ഒരു റോബോട്ടിനെ അയക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ നെക്സ്റ്റ് മിഷൻ ഉണ്ടാവും. സോ ദിസ് എ കണ്ടിന്യൂസ് പ്രോഗ്രാം ആൻഡ് ദ സെൻറ്റർ ഓഫ് ദാറ്റ് പ്രോഗ്രാം ഈസ് ഗോയിങ് ടു ബി ബിറ്റ്വീൻ ഹിയർ ട്രിവാൻഡ്രം ആൻഡ് ബാംഗ്ലൂർ. ആക്സിയം 4 ദൗത്യത്തിന്റെ ബാക്കപ്പ് പൈലറ്റായിരുന്ന പ്രശാന്ത് ബാലകൃഷ്ണൻ ടെക്സാസിൽ നിന്നും തിരികെ കേരളത്തിലെത്തിയ ശേഷം ആദ്യമായി പൊതുവേദിയിലെത്തിയത് തൈക്കാട് ഗവൺമെന്റ് ബോയ്സ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഗഗൻയാൻ പദ്ധതിയുടെ 1ാമത്തെ ഡയറക്ടറും മോഡൽ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ ഉമാ മഹേശ്വരനും പ്രശാന്ത് ബാലകൃഷ്ണനൊപ്പം ഉണ്ടായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട്ടിലെ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ ലൈംഗിക പീഡന ശ്രമത്തിന് പരാതി. CPM കോട്ടത്തല ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗവുമായ P. ജംഷിദിനെതിരെയാണ് പരാതി. ഭർത്താവിന്റെ സുഹൃത്തായ ജംഷീർ വീട്ടിൽ വന്ന് കടന്നുപിടിച്ചുവെന്നാണ് പരാതി. യുവതിയുടെ പരാതിയിൽ ജംഷിദിനെതിരെ കൽപ്പറ്റ പോലീസ് കേസെടുത്തു. അതേസമയം ഭാര്യയുടെ പരാതി വ്യാജമെന്നും തന്റെ സുഹൃത്തിനെ രാഷ്ട്രീയമായി ആക്രമിക്കാനാണ് ഭാര്യയുടെ വീട്ടുകാരുടെ ശ്രമമെന്നും ഭർത്താവ് പറഞ്ഞു. എൻ്റെ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭർത്താവിന് വേറൊരു ഭാര്യയും കുട്ടിയുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങളത് അന്വേഷിച്ച് പോയപ്പോൾ കുട്ടിക്ക് 13 വയസ്സുണ്ട്, 8 വയസ്സുണ്ട്. 8 വയസ്സായ കുട്ടി എന്ന് പറയുമ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടേ ഉള്ളൂ. എനിക്ക് ആ സമയത്ത് ഒരു മോനുണ്ടായി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ പ്രശ്നം വേണ്ട, ഒഴിവാക്കണം എന്ന് അറിഞ്ഞപ്പോൾ ഒഴിവാക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ മോനായത് കൊണ്ടുള്ളത് കൊണ്ട് എനിക്ക് സങ്കടം തോന്നി. ഞങ്ങൾ വീണ്ടും കമ്മിറ്റിക്കാരൊക്കെ ഇടപെട്ട് ഞാൻ തിരിച്ചു പോയി. അന്ന് മുതലേ മൂപ്പര് സ്ത്രീധനം കുറവാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയും. 101 കാറും വേണം, എനിക്ക് 25 പവനാണ് തന്നത്, 101 പവനും കാറും വേണം, എല്ലാവരും അങ്ങനെയാണ് ഇപ്പോൾ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് അമ്മായിമ്മയും എല്ലാവരും, അമ്മായിമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ പണിയെടുക്കുകയാണെങ്കിൽ കയ്യിൽ എന്താ കിട്ടുന്നത് അത് വെച്ചടിക്കും, പോയി വാങ്ങിയിട്ട് വടിയിരുന്നു 25 പവൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ ഈ ബന്ധം അവരൊഴിയൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാസർഗോഡുള്ളവർ. ഞങ്ങൾ പൈസയൊക്കെ കൊടുത്ത് 2.5 ലക്ഷം റുപ്യ കൊടുത്തിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്ത് അവരെ ഒഴിവാക്കിയത്. കാരണം എൻ്റെ ജീവിതം മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തു. തിരുവനന്തപുരത്ത് 90 പവൻ സൂക്ഷിച്ച വീട്ടിൽ നിന്നും 16 പവനും 1 ലക്ഷം രൂപയും മോഷണം പോയതായി സ്ഥിരീകരിച്ച പോലീസ്. വിഴിഞ്ഞം വെണ്ണിയൂർ സ്വദേശിയായ റിട്ടയർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഗിൽബർട്ടിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഗിൽബർട്ടും ഭാര്യയും മരണം നടന്ന ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു മോഷണം. 2 നില വീടിന്റെ താഴത്തെ നിലയിൽ സൂക്ഷിച്ചിരുന്ന ഗിൽബർട്ടിന്റെയും ഭാര്യയുടെയും 16 പവനും 1 ലക്ഷം രൂപയുമാണ് മോഷണം പോയത്.
മുകളിലത്തെ നിലയിൽ മരുമകളുടെ ആഭരണങ്ങളും സൂക്ഷിച്ചിരുന്നു. ഇവിടെ അലമാരകൾ കുത്തിത്തുറന്നെങ്കിലും ആഭരണങ്ങൾ മോഷണം പോയോ എന്ന് വ്യക്തമല്ല. ജോലിസ്ഥലത്തുള്ള മകനും മരുമകളും എത്തിയാലേ കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ സാധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഗിൽബർട്ടും ഭാര്യയും മരണം നടന്ന ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു മോഷണം നടന്നത്. ഇക്കാര്യം അറിയാവുന്നയാളാണ് മോഷ്ടാവ് എന്നാണ് പ്രാഥമിക നിഗമനം. രാവിലെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് അവിടെ ചേച്ചിയുടെ മകൻ മരണപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി കിടക്കുന്നു രാത്രിയിൽ. എന്നും രാത്രി 10 മണിക്ക് പോകും. രാവിലെ 5 മണിക്ക് എണീറ്റ് വന്നപ്പോഴാണ് ഫ്രണ്ട് ഡോർ ഇങ്ങനെ തുറന്ന് കിടക്കുന്നുണ്ട്. തുറന്ന് ചായ വെച്ചിട്ടുണ്ട്. പരിസര ബന്ധമാണ്. കാരണം ഞങ്ങളിങ്ങനെ രാത്രിയിൽ പോകും, രാവിലെ വരും. അതെന്താണ് ഒരു നിർദ്ദേശത്തോട് ചെയ്തിട്ടുണ്ട്. മോഷണം നടന്ന വീട്ടിൽ CCTV ഇല്ലാത്തതിനാൽ പരിസര പ്രദേശങ്ങളിലെ CCTV കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു. 16 പവന്റെ ആഭരണം മോഷണം പോയെന്നാണ് ലഭ്യമായിട്ടുള്ളത്. ഫ്രണ്ട് ബ്രേക്കേജ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒരു ശാസ്ത്രീയ പരിശോധനകളുടെ ഭാഗമായിട്ട് അന്വേഷണം നടത്തി ഉള്ള അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. അടുത്തിടെയാണ് ഗിൽബർട്ടിന്റെ സഹോദരിയുടെ മകൻ മരണപ്പെടുന്നത്. ഇതിനെ തുടർന്ന് സഹോദരിയുടെ വീട്ടിലാണ് പതിവായി ഉറങ്ങാൻ പോകാറുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസവും രാത്രി 10 മണിയോടുകൂടി സഹോദരിയുടെ വീട്ടിലേക്ക് പോയ ഇവർ പുലർച്ചെ 5 മണിയോട് തിരികെ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം. 7 ദിവസത്തേക്കാണ് ചേർത്തല 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വിട്ട് ഉത്തരവായത്. ബിന്ദുവിന്റെ മൃതദേഹമടക്കം കണ്ടെത്തുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനുമാണ് നിലവിൽ സെബാസ്റ്റ്യനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ചേർക്കപ്പെട്ട പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിൽ വാങ്ങി. ചേർത്തല 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് സെബാസ്റ്റ്യനെ 7 ദിവസത്തേക്ക് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ട് ഉത്തരവായത്. കോട്ടയം ഏറ്റുമാനൂരിലെ ജൈനമ്മ തിരോധന കേസിൽ റിമാൻഡിൽ കഴിയുന്ന സെബാസ്റ്റ്യനെ ബിന്ദു കൊലപാതക കേസിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട അന്വേഷണ സംഘം നേരത്തെ ചേർത്തല കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ബിന്ദുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യന്റെ അറസ്റ്റും രേഖപ്പെടുത്തി. ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയതായും സെബാസ്റ്റ്യനെ 1-ാം പ്രതിയാക്കി കേസെടുത്തതായും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. കാണാതായ 2006 തന്നെ ബിന്ദു കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ബിന്ദുവിന്റെ മൃതദേഹമടക്കം കണ്ടെത്തുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനുമാണ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. 2021 ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടതായി നിഗമനത്തിലെത്തിയെങ്കിലും സംശയനിഴലിലായ സെബാസ്റ്റ്യനെതിരെ അന്ന് കൊലപാതക കേസെടുത്തിരുന്നില്ല. 2017 സെപ്റ്റംബറിൽ ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ കുമാർ ആഭ്യന്തര വകുപ്പിന് നൽകിയ പരാതിയിൽ ആദ്യം പട്ടണക്കാട് പോലീസാണ് അന്വേഷണം നടത്തിയത്. പിന്നീട് സംസ്ഥാന ക്രൈംബ്രാഞ്ചിനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ സെബാസ്റ്റ്യനെ 1-ാം പ്രതിയാക്കി തട്ടിപ്പ്, ആൾമാറാട്ടം, തിരിമറി തുടങ്ങി 3 കേസുകൾ എടുത്തിരുന്നു. നിലവിൽ ചേർത്തല സ്വദേശിനി ഐഷയെ കാണാതായ കേസിലും സെബാസ്റ്റ്യൻ സംശയനിഴലിലാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. കോഴിക്കോട് ഡൗൺ സിൻഡ്രോം ബാധിച്ച പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. 6-ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ 2022 മുതൽ പ്രതി പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് നടപടി. പ്രതിയുടെ ഓട്ടോറിക്ഷയിലാണ് കുട്ടി സ്കൂളിൽ പോയിരുന്നത്. പോകുന്ന വഴിയിൽ വെച്ച് കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. പീഡന സമയത്ത് പ്രതിയുടെ ഫോണിൽ നിന്നും മറ്റൊരാൾക്ക് അബദ്ധത്തിൽ കോൾ പോയതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. പെൺകുട്ടി കരയുന്നത് കേട്ട ആൾ പ്രിൻസിപ്പാളിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ കാൽനട യാത്രക്കാരന്റെ കാലിൽ കൂടി ബസ് കയറിയിറങ്ങി. ഉച്ചകഴിഞ്ഞ് കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിലായിരുന്നു സംഭവം. പൈനാപ്പടിയിൽ ഹക്കീമിന്റെ കാലിലൂടെയാണ് സ്വകാര്യ ബസ് കയറിയിറങ്ങിയത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഹക്കീമിനെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റൂട്ടിലോടുന്ന റോബിൻ ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമീബിക് മസ്തിഷ്ക ജ്വരം ഭീഷണിക്കെതിരായ ജാഗ്രതാ നടപടികളുടെ ഭാഗമായി തൃശൂർ ചൂണ്ടൽ പഞ്ചായത്തിലെ 3 കുളങ്ങളിൽ ഇറങ്ങുന്നതിന് വിലക്ക്. തായങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെയും പയ്യൂർക്കാവ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെയും ക്ഷേത്രത്തിന് സമീപത്തെ പൊതുകുളത്തിലുമാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. നിർദ്ദേശം ലഭിക്കും വരെ ആളുകൾ കുളത്തിലിറങ്ങരുതെന്ന് കാണിച്ച കുളങ്ങളുടെ മതിലിൽ പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് പതിച്ചിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഈയിടെ തായങ്കാവ് ക്ഷേത്രക്കുളത്തിന് വൻ പ്രചാരം ലഭിച്ചിരുന്നു. വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി പേരെത്തി കുളത്തിൽ നീന്തുകയും കുളിക്കുകയും റീൽസ് ചിത്രീകരിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ പൊതുജനാരോഗ്യ നിയമപ്രകാരം പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ ബേസ് ചെയ്തും നീന്തൽ കുളങ്ങളിൽ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് രോഗം വരുന്നതിന് മുമ്പ് രോഗാവസ്ഥയെ തടയുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. നമുക്കിവിടെ ആർക്കും തന്നെ രോഗലക്ഷണങ്ങളോ രോഗങ്ങളോ ഇല്ല.
വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു പഞ്ചായത്താണ്. പഞ്ചായത്ത് ജനങ്ങളുടെ ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ജനങ്ങൾ അധികം വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളായ നീന്തൽക്കുളങ്ങൾ ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തു എന്ന് മാത്രം. നമ്മുടെ പഞ്ചായത്ത് എപ്പോഴും ജനങ്ങളെപ്പോഴും ആരോഗ്യത്തോടു കൂടി ഇരിക്കണം എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് നമ്മൾ ഈ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതേസമയം വിവിധ മേഖലകളിലായി ജനങ്ങളുടെ ബോധവൽക്കരണം തുടരുകയാണെന്ന് കളക്ടർ അറിയിച്ചു. എന്നാൽ രോഗപ്രതിരോധ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പൊതുവായ നടപടിയാണ് ചൂണ്ടലിൽ സ്വീകരിച്ചതെന്ന് ആരോഗ്യവകുപ്പും അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. ആദരവുകൾക്ക് മുൻപിൽ കൂടുതൽ വിനയാനിതനാകുമെന്ന് മോഹൻലാൽ. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം തിരികെ നെടുമ്പാശ്ശേരിയിൽ എത്തിയതായിരുന്നു മോഹൻലാൽ. ഒരു കലാകാരന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമായി പുരസ്കാരത്തെ കാണുന്നു. ആ ഭാഗ്യത്തെ എല്ലാവരുമായി പങ്കുവെക്കുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു. എല്ലാം വളരെ നന്നായിരുന്നു. നല്ല കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ആർട്ടിസ്റ്റിന് കിട്ടാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ആ ഭാഗ്യത്തെ ഞാൻ എല്ലാവർക്കും, നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട്. രണ്ടും ഒരു ക്ലാസിക്കൽ ആർട്ടല്ലേ, അതുകൊണ്ടായിരിക്കാം തീർച്ചയായും. സിനിമ എന്നതിലുപരി അതൊരു പെർഫോമൻസ് നൽകിയൊരു ക്ലാസിക്കൽ ആർട്ടാണ്. എന്നൊരു സംസ്കൃത നാടകമാണ്. മറ്റേത് ഒരു 3 ഡൈമെൻഷണൽ ആർട്ടാണ് കഥകളി. അത് സാധാരണ സിനിമയിൽ അങ്ങനെ ഒരുപാട് പേര് ചെയ്യാറില്ല. അതുകൊണ്ടായിരിക്കാം എടുത്ത് പറഞ്ഞത്. മലയാളത്തിൽ അദ്ദേഹം പോയി പഠിച്ചിട്ട് പറഞ്ഞതാണ്. താങ്ക് യു. ഓക്കെ. ഷോ ഹംബിൾ. ഐ എം ഷോ ഹംബിൾ. താങ്ക് യു. ഇങ്ങനെ വേണ്ടേ? തീർച്ചയായിട്ടും. താങ്ക് യു. തനിക്ക് സ്വന്തം അമ്മയെപ്പോലെയാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ഡൽഹിയിലെ കേരള സർക്കാർ പ്രതിനിധിയുമായ KV തോമസ്. അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി ഒരിക്കൽ ജീവൻ തിരിച്ചുകിട്ടി. അമ്മ ലോകത്തിന്റെ അമ്മയാണ്. അമ്മയുടെ വളർച്ച ആധ്യാത്മികമായ വളർച്ചയാണെന്നും പിറന്നാൾ ആശംസകൾ നേർന്ന അദ്ദേഹം പറഞ്ഞു. അമ്മയെന്ന് എല്ലാവരും സ്നേഹപൂർവം ഭക്തിപൂർവം വിളിക്കുന്ന മാതാ അമൃതാനന്ദമയിയെ എനിക്ക് വളരെ ചെറുപ്പത്തിലറിയാം. അന്ന് തുടങ്ങിയ ബന്ധം. അമ്മ ലോകത്തിലെ ആയിരക്കണക്കിന് ആളുകളുടെ വാത്സല്യം നേടുന്ന അമ്മയായി മാറിയപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ തുടരുകയാണ്. എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ ഒത്തിരി സ്വാധീനമുണ്ട്. എവിടെ വെച്ച് കണ്ടാലും തോമാസ് എന്ന സ്നേഹത്തോടുകൂടി വിളിക്കുമ്പോൾ എൻ്റെ സ്വന്തം അമ്മയെ ഞാൻ മാതാ അമൃതാനന്ദമയി കാണുന്നത്. അമ്മ ലോകത്തിൻ്റെ അമ്മയാണ്. അമ്മയുടെ ലാളിത്യം, സ്നേഹം, കാരുണ്യം അതാർക്കും വിസ്മരിക്കാൻ കഴിയില്ല. ഒരു പ്രാവശ്യം അമ്മയെ കണ്ടാൽ പിന്നെ അമ്മ നമ്മുടെ മനസ്സിലുണ്ടാകും, നമ്മൾ അമ്മയുടെ മനസ്സിലുമുണ്ടാകും. ഈ 72ാം ജന്മദിനം വരുന്ന ശനിയാഴ്ച അമ്മയുടെ ആചരിക്കുകയാണ്. ഭക്തജനങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ കടന്നു വരും അമ്മയുടെ അനുഗ്രഹം തേടാൻ. ആ 72ാം ജന്മദിനത്തിലേക്ക് കടന്നു പോകുമ്പോൾ അമ്മയുടെ സ്നേഹവും വാത്സല്യവും എല്ലാവർക്കും ലഭിക്കട്ടെ, എനിക്കും ലഭിക്കട്ടെ, എൻ്റെ കുടുംബത്തിന് ലഭിക്കട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്.